ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നല്ല കട്ടയോടെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടല മസാല റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ 4 ടേബിൾ സ്പൂൺ വേവിച്ച കടല എടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 5 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും 3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകട്ടെ. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കടല മസാല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിതിലോട്ട് ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഗ്ലാസ് വെള്ളമുണ്ട്. നമ്മളിവിടെ കടലക്കറി അല്ലല്ലോ റെഡിയാക്കുന്നത്, കടല മസാലയല്ലേ, ഒട്ടും കറിയില്ലാത്തൊരു ടൈപ്പിൽ. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടല ഒരു നൈറ്റ് കുതിർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കറിക്ക് നന്നായിട്ട് തിളച്ചിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഈ കടല ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. 8 വിസിലാണ് വേണ്ടത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കറിക്ക് നല്ലൊരു കട്ടിയും കൊഴുപ്പും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത് കൂടുതലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കറിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഏതൊരു രീതിയിൽ കടലക്കറി വെക്കുകയാണെങ്കിലും തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കടല മസാല നോക്കിയാൽ നന്നായിട്ട് കുറുകി കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. ഇതിനി ഇരിക്കും തോറും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഞാൻ ഇന്ന് ഈ ഒരു കടല മസാല കഴിക്കാൻ പോകുന്നത് അരിപ്പത്തിരിക്കൊപ്പമാണ്. അരിപ്പത്തിരിക്കൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണിത്. പിന്നെ പുട്ട്, ചപ്പാത്തി, അപ്പം, പൊറോട്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കടല മസാല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.